തിരികെ ലീഗിലേക്ക് വന്നത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് കൊടുവള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസ്. ഫാത്തിമ തഹ്ലിക്കെതിരായ ജമാഅത്തെ ഇസ്ലാമി നോമിനി എന്ന പരാമർശത്തെ ഫിറോസ് രൂക്ഷമായി വിമർശിച്ചു. സാദിഖ് അലി തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിറോസ് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു PK ഫിറോസിന്റെ പ്രതികരണം. ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊടുവള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മണ്ഡലത്തിൽ സജീവമായിരുന്നു പ്രചാരണ പരിപാടികൾ, റോഡ് ഷോ എല്ലാം തന്നെ ഗംഭീരമായി നടന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? നല്ല ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ UDF അതിശക്തമായി കൊടുവള്ളി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ജനപങ്കാളിത്തം എന്ന് ആളുകൾ പറയുന്ന രീതിയിലുള്ളൊരു കൺവെൻഷനാണ് കഴിഞ്ഞു പോയത്. റസാഖ് ലീഗിലേക്ക് വന്നതൊരു വലിയ ആത്മവിശ്വാസമായില്ലേ? കുറച്ച് ആത്മവിശ്വാസം കൂടി. ഒരു സംശയമില്ല. നമ്മൾ ഉറപ്പായി ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ കുറച്ചുകൂടി അധികം ആത്മവിശ്വാസം കിട്ടാൻ അദ്ദേഹത്തിന് വരവ് സഹായകരമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവർക്ക് മുന്നണിക്കകത്ത് തന്നെ, അവരുടെ പാർട്ടിക്കകത്ത് തന്നെ എലത്തൂരിലെ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ ആക്ഷേപം ഉയരുന്നതും എതിർപ്പ് ഉയരുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ 13 സീറ്റിലും ഇത്തവണ UDFന് വിജയപ്രതീക്ഷയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ അത് സ്വാധീനിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം സാദിഖ് അലി തങ്ങൾക്ക് എതിരായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അത് വലിയ ചർച്ചയാകുന്നു. നിയമ നടപടി ഉൾപ്പെടെ കടക്കുകയാണ്. അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്ന് കരുതുന്നുണ്ടോ? അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എന്തു ചെയ്യാം എന്നൊരു സ്ഥിതി വന്നാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. അതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപവും വ്യക്തിഹത്യയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. ഞങ്ങൾ അങ്ങേയറ്റം എക്സ്ട്രീമായിട്ട് ഞങ്ങൾ നിയമപരമായി ഇതിൻ്റെ പോരാട്ടം നടത്തും. അത്തരം ആളുകളെ കൽത്തുറുങ്കിലടക്കാനുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും തന്നെ സംശയമില്ല. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പൊട്ടലും ചീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ടാണ് വനിതകൾക്ക് 2 സീറ്റ് നൽകുന്നത്. പക്ഷേ അത് വനിതാ ലീഗിനെ അവഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് കടന്നത്, സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നത് എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് നോക്കുകയാണ്? അതെല്ലാം വനിതാ ലീഗാണല്ലോ. അത് സാദിഖ് അലി ശിഹാബ് തന്നെ മറുപടി പറഞ്ഞല്ലോ. പിന്നെ സ്വാഭാവികമായിട്ട് ചിലർക്കൊക്കെ പ്രയാസങ്ങൾ, ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ നിരാശയൊക്കെ ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് കൊടുവള്ളിയിൽ എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രവചനം നടത്തുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയാൻ ആളല്ല. അത് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ്. ഏത് സ്ഥാനാർത്ഥിയും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുക. ആ നിലയ്ക്ക് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി, എല്ലാവിധ ആശംസകളും. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെ കൊടുവള്ളിയിൽ വിജയിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയാണ് PK ഫിറോസ് പങ്കുവെക്കുന്നത്. സുൽത്താനോടൊപ്പം ബെൻസൻ ബാബു, ന്യൂസ് മലയാളം, കോഴിക്കോട്.